എങ്ങനെയുണ്ട് ലോട്ടറി കച്ചവടക്കാരെ കുറിച്ചുള്ള എന്റെ ഫ്യൂച്ചർ? വളരെ നന്നായിട്ടുണ്ട്. നല്ല ഭാഷ, നല്ല ശൈലി, വളരെ നല്ല പ്രസന്റേഷൻ. താങ്ക് യു. ജന്മനാ കിട്ടിയ കഴിവിനെ ചിന്തയാകുന്ന വളമിട്ട് പരിപോഷിപ്പിച്ചതുകൊണ്ടാണ് ഞാനൊരു ജീനിയസ് ആയി മാറിയത്. എന്റെ ഈ ലേഖനത്തെ പ്രകീർത്തിച്ച് വായനക്കാരിൽ നിന്ന് നാളെയോ മറ്റന്നാളോ 15 എഴുത്തുകൾ ഈ ഓഫീസിൽ കിട്ടും. 15 ഇത്ര കൃത്യമായിട്ട് സാറിന് എങ്ങനെ അറിയാം? അത് ഞാൻ ഊഹിക്കുന്നതാ. കള്ള അഡ്രസ്സിൽ അനുമോദന കത്തുകൾ എഴുതിയിടുന്ന സ്വഭാവം മറ്റു പലരെയും പോലെ എനിക്കില്ല മിസ് രഞ്ജിനി. പക്ഷേ കിഴക്കേടത്തിന് അഭിനന്ദിച്ചുകൊണ്ട് എഴുതുന്നവരെല്ലാം ഒരേ സ്വഭാവക്കാരാണ്. അതെങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും കയ്യക്ഷരം ഒന്നുപോലെ ഇരിക്കാൻ കാരണം? അത് അപ്പന് ടച്ച് ചേർത്തല്ലേ. നിങ്ങളാരും പുതിയ ഫീച്ചേഴ്സ് തയ്യാറാക്കുന്നില്ലേ? ഞാൻ എന്റെ വിഷയം സെലക്ട് ചെയ്തു. ഗോതമ്പുമാവിൽ കുഴയുന്ന കേരള സർക്കാർ. റേഷൻ ഗോതമ്പ് കടകളിൽ നിന്നും സ്വകാര്യ മില്ലുകളിലേക്ക് കടത്തുന്നതിന്റെ കഥകൾ ഞാൻ അനാവരണം ചെയ്യും. ഇതെല്ലാ പത്രങ്ങളിലും വന്നു കഴിഞ്ഞല്ലേ? ആണോ? അതപ്പോ അതെ, ഞാനൊരു പുതിയ മുഖം നൽകും. എ ന്യൂ ഫേസ് ഓഫ് വീറ്റ്. എന്താ ഉണ്ണികൃഷ്ണന്റെ വിഷയം? ഞാൻ തൽക്കാലം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഹൗ അബൌട്ട് യു? ഇവിടെ മറൈൻ ഡ്രൈവിൽ ആർട്ട് ഗാലറിക്ക് വേണ്ടി അലോട്ട് ചെയ്ത സ്ഥലത്ത് കെമിക്കൽ ഫാക്ടറി കൊണ്ടുവരാൻ ചില ബിഗ് ഷോട്ടുകൾ ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒബ്ജക്ഷനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മിനിസ്ട്രിയുടെ ഡയറക്റ്റ് സാങ്ഷൻ വാങ്ങാനാണ് അവരുടെ പരിപാടി. ഇതാണ് എന്റെ അടുത്ത ഫീച്ചർ. എക്സ്ക്യൂസ് മീ, എനിക്ക് അർത്ഥം അറിയാഞ്ഞിട്ടല്ല. പൊല്യൂഷൻ എന്നതുകൊണ്ട് മിസ് രഞ്ജിനി എന്താണ് ഉദ്ദേശിക്കുന്നത്? പോലീസിനെ സംബന്ധിച്ചാണോ? അതുങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു ലേഖനം എഴുതിയതല്ലേ, കാക്കിക്കുള്ളിലെ കഷ്ടം അഥവാ നിർവീര്യം. പോലീസ് അല്ല കിഴക്കേടം, പട്ടാളം. ഓ, മിലിറ്ററി. റം പട്ടാളം. പൊല്യൂഷൻ പട്ടാളം. പൊല്യൂഷൻ പട്ടാളം. കൈമൾ സാർ അപ്രൂവ് ചെയ്തില്ല അല്ലേ? യങ്ങർ ജനറേഷന്റെ ഡ്രൈവും സ്പിരിറ്റും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പഴഞ്ചനെയാണ് നമുക്ക് ചീഫ് എഡിറ്ററായിട്ട് കിട്ടിയിരിക്കുന്നത്. വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഭയപ്പെടാൻ തുടങ്ങിയ ചരമക്കുറിപ്പും മാട്രിമോണിയലും കൊണ്ട് പേജ് നിറക്കേണ്ടി വരും. റീഡേഴ്സ് അപ്പീൽ എന്നൊന്നില്ലെന്നാ പുള്ളിയുടെ അഭിപ്രായം. മൂപ്പരോട് ഞാൻ സമരം തുടങ്ങിയിട്ട് നാള് കുറയായി. അല്പം റിസ്ക് ഉള്ള മാറ്ററുമായിട്ട് ചെന്നാൽ റിജക്ട് ചെയ്യുമെന്ന് ഉറപ്പാ. എല്ലാത്തിനും ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് പുള്ളിക്ക്. വായനക്കാരുടെ വരിസംഖ്യ കൊണ്ടല്ല, പണക്കാരുടെ പരസ്യം കൊണ്ടാണ് പത്രം ഓടുന്നത്. സർക്കുലേഷൻ കൂടിയാൽ പരസ്യ വരുമാനവും കൂടുമെന്നുള്ളത് മൂപ്പർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ശമ്പളം എണ്ണി വാങ്ങാനുള്ള ഒരു കരിയർ മാത്രമായിട്ടാണെങ്കിൽ എനിക്കിവിടെ സ്ട്രിക്കോൺ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ അങ്ങ് ഡിസപ്പോയിന്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും രഞ്ജിനി മാനേജിംഗ് ഡയറക്ടറെ ഒന്ന് ചെന്ന് കണ്ടുനോക്കൂ. പുള്ളിക്കാരന് ഒരുപക്ഷെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാൻ പറ്റിയെങ്കിലോ? എങ്ങനെ? ഉണ്ണികൃഷ്ണൻ വാ. എന്റെ കണ്ണീർ പൂക്കളെ ഇവിടെയുടെ 14-ാം അധ്യായം നീ എഴുതി കഴിഞ്ഞോ? ഇല്ല. എന്റെ പൊന്നുണ്ണികൃഷ്ണ, നീ അതൊന്ന് എഴുതി തീർത്താലല്ലേ എന്റെ അടുത്ത ഫ്യൂച്ചറായ പാവം പാവം പാമോയിൽ നിനക്ക് എഴുതി തുടങ്ങാൻ പറ്റൂ. എനിക്കിന്നൊരു മൂഡില്ല. അല്ലെങ്കിൽ ഈ അടുത്തിടെ എനിക്ക് നോവലും ഫ്യൂച്ചേഴ്സും എഴുതി തരാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ആ രഞ്ജിനി മേനോനെ ഓരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ എന്തൊരു ഉത്സാഹം. സത്യം പറ, എന്താ കുട്ടിയുമായിട്ട്? മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന അടുപ്പം രഞ്ജിനിക്ക് എന്നോടില്ലെങ്കിൽ നാളെ ഓഫീസിലുള്ളവർ എന്നെ കളിയാക്കും. വേണ്ട, ശരിയാവില്ല. ഉണ്ണികൃഷ്ണ, എന്താ ഒന്നും മിണ്ടാത്ത? സഹപ്രവർത്തകർ എന്നാൽ കവിഞ്ഞ് ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. സ്റ്റാൻഡിൽ പിടിച്ചോളാം തെളിവോടെ. പിടി കൂടുമ്പം ബബ്ബാന്ന് പറയരുത്. അയ്യോ, ചായപ്പൊടിക്ക് ഒരു ഉമിക്കരിയാണ് എടുത്തിട്ടത്. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന പ്രസ്ഥാനം കൊണ്ടുവന്നവനെ വെടിവെച്ച് കൊല്ലണം. ഗുഡ് മോർണിംഗ് സർ. സോറി, വെരി ബാഡ് മോർണിംഗ് ആണ്. ഈ ഓവർ സ്മാർട്ടാകാൻ ശ്രമിക്കരുത്. ഞാൻ റിജക്ട് ചെയ്ത മാറ്റർ ഇതേ പത്രത്തിൽ തന്നെ അടിച്ചു വരണമെന്ന് നിങ്ങൾക്ക് എന്താ അത്ര വാശി? അയ്യോ സർ, സത്യമായിട്ട് ഞാൻ എന്തിനായി കള്ളക്കളി? ഞാൻ വെറും വിഡ്ഢിയാണെന്ന് ധരിക്കരുത്. സബ് എഡിറ്റേഴ്സുമായി ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്താനാണ് ഭാവമെങ്കിൽ അത് ഇവിടെ നടക്കില്ല. സർ, ഞാൻ നോ മോർ എക്സ്പ്ലനേഷൻസ്. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. യു ക്യാൻ ഗോ. ഇതിനൊക്കെ ഇങ്ങനെ മൂഡൌട്ടാകാൻ തുടങ്ങിയ പിന്നെ അതിനെ സമയം കാണും. ഇനി കൂടിപ്പോയാൽ 1 കൊല്ലം. അത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റാഫിനെയും ബാധിക്കുന്ന രോഗം കൈമൾ സാറിനെയും പിടികൂടും. മനസ്സിലായില്ലേ? റിട്ടയർമെന്റ്.
ഇത് മൂപ്പരുടെ സ്ഥിര ഏർപ്പാടാ. പുതിയതായി ജോയിൻ ചെയ്യുന്നവരുടെ ഉത്സാഹമൊക്കെ മുളയിലെ നുള്ളിക്കളഞ്ഞ് അവരെ പുള്ളിയുടെ കയ്യിലെ പാവകളാക്കാൻ ശ്രമിക്കും. ഇതിലൊന്നും നമ്മൾ കുലുങ്ങാനേ പാടില്ല. അനിയോ ഉണ്ണികൃഷ്ണ ഒന്നെങ്കി വന്നേ. നീ എന്നു മുതലാ പെന്തക്കോസ്തായത്? ആശ്വാസവചനങ്ങൾ, ഉപദേശങ്ങൾ എന്നെ എത്രയോ പ്രാവശ്യം കൈമൾ സാറിട്ട് ചാടിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ നല്ലവനായ സമരക്കാരനെ ഞാൻ കണ്ടില്ലല്ലോ. അത് രഞ്ജിനി ഒരു പുതിയ ഹാൻഡ് ആയതുകൊണ്ട്. ഹാൻഡോ ഹെഡോ അതൊന്നും എനിക്കറിയണ്ട. ഈ സൈലന്റ് ക്യാറ്റ് മിൽക്ക് ഡ്രിങ്ക് ചെയ്യുന്നത് മറ്റാരും മനസ്സിലാക്കുന്നില്ല എന്ന് ധരിക്കരുത്. നമ്മളും ഈ ലാൻഡിലൊക്കെ തന്നെ കഴിയുന്നത്. കിഴക്കിടം വിചാരിക്കുന്ന പോലെ. വേണ്ട വേണ്ട വേണ്ട. രാത്രി 2 എണ്ണം വിട്ടിട്ട് ഫ്രീ മൈൻഡ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പറയുന്നു രഞ്ജിനി, രഞ്ജിനിയെ കൈമൾ സാറ് ശാസിച്ചതല്ലേ വല്ലാതെ അപ്സെറ്റ് ആയിരിക്കാണ് ഉണ്ണികൃഷ്ണൻ. ആശ്വസിപ്പിച്ചേക്കൂ. അയ്യോ സാർ ഇത്രയും നെർവസ് ആണെന്ന്. അഞ്ചേകാലിന്റെ ബസ് മിസ് ചെയ്തു. ഞാൻ എത്തിയതും കണ്ടക്ടർ ഡബിൾ ബെല്ല് കൊടുത്തതും ഒരുമിച്ചായിരുന്നു. ഒരു പ്രധാന കാര്യം എനിക്ക് രഞ്ജിനിയോട് പറയാനുണ്ടായിരുന്നു. ബസ് വരാൻ ഇനിയും 15 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരെ നടന്നു പോയാലോ? അത് അല്ല, വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അപ്പോഴേക്കും ബസ് എത്തുകയും ചെയ്യും. എന്താ? വരൂ. 1ാം ക്ലാസ് മുതൽ MA വരെ ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിലും കോളേജിലും ഒക്കെയാണ് പഠിച്ചത്. പെൺകുട്ടികളും കൂടെയുള്ള കോളേജുകളിൽ പഠിച്ചിരുന്നെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കേണ്ട രീതിയെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടായേനെ. ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ എക്സ്റേ ഉപയോഗിക്കുന്ന പോലെ മറ്റുള്ളവരുടെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള യന്ത്രം ആരെങ്കിലും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്ത് സൗകര്യമായി. എന്നോട് സാറിന് എന്ത് കാര്യങ്ങളും സംസാരിക്കാം. പേടിക്കണ്ട, ഞാൻ സാറിന് തെറ്റിദ്ധരിക്കില്ല. സാർ സ്വപ്നം കാണാണോ? പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ആലോചന. അതല്ല, പ്രസ് ക്ലബിന്റെ ഫീച്ചർ മത്സരത്തിന് ഇത്തവണ രഞ്ജിനിയുടെ എൻട്രി കൂടെ ഉണ്ടാവണം. യു ഹാവ് ഗോട്ട് എ ഗുഡ് ചാൻസ്. നമുക്ക് അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോയാലോ? ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഹായ് അനുക്കുട്ടി. മോള് കയറിക്കോ, ഞാൻ വീട്ടിൽ വിടാം. വേണ്ടമ്മേ, ഞാൻ ബസ്സില് വരൂ. ഓക്കെ, വരാം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. കിഴക്കേട സാറില്ലേ? ഉണ്ട്, കുളിക്കാണ്. പെയിന്റിംഗ് എക്സിബിഷൻ കവർ ചെയ്യാൻ സാറുകൂടി വരാന്ന് പറഞ്ഞിരുന്നു. അതെയോ? മൂപ്പരിപ്പോ വരും. അല്ല, സാറെന്താ എത്ര തിടുക്കത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, ഓരോന്നിങ്ങനെ. ഞാൻ നോക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ജനുവരിയിലെ ജമന്തി ബൈ RJ കിഴക്കേടം, അധ്യായം 6. അപ്പോ ഓഫീസിലുള്ളവർ പറയുന്നത് സത്യമാണല്ലേ? എന്ത്? കിഴക്കേടം സാറിന് വേണ്ടി എല്ലാം എഴുതി കൊടുക്കുന്നത് സാറാണെന്ന്. അങ്ങനെയൊന്നുമില്ല, ഇത് ഞാൻ കോപ്പി എടുത്തോണ്ടിരുന്നതാ. സമ്മതിച്ചു. വിശ്വസിക്കാവുന്ന സുഹൃത്ത് തന്നെ. ഉണ്ണികൃഷ്ണ, നീയാണോ വെളിച്ചെണ്ണ കുപ്പി എടുത്ത് തലണ കിഴി വെച്ചത്? വരുന്നുണ്ട്, ഇതൊന്നും അറിഞ്ഞ മട്ട് കാണിക്കരുത്, മൂപ്പർക്ക് വലിയ ക്ഷീണ. ഉണ്ണി, ആഹാ, അയ്യോ, വന്നിട്ട് അധികം സമയമായോ? ഇല്ല. ഉണ്ണി, പോയി 2 ചായ ഇട്ടുണ്ടോ? അയ്യോ വേണ്ട സാർ. അത് പറ്റില്ല, കുടിച്ചേ പറ്റൂ. ഉണ്ണി കമൺ ക്യുക്ക്, ഇവൻ നല്ല കുക്കാ. ഉണ്ണി, ചായപ്പൊടിക്ക് വരെ ഉമിക്കരി എടുത്തിട്ടുകളല്ലേ. കുട്ടി പേടിക്കണ്ട, ഒരിക്കലേ ഇവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റി. അല്ല, സാറിന്റെ ലേറ്റസ്റ്റ് നോവൽ ഏതാ? ഇപ്പൊ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരിയിലെ ജമന്തിയും മലയാളം വരികയിൽ. കഴിഞ്ഞ ലക്കം വരെ ഞാൻ വായിച്ചു. ആണാ? ഇനി
കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാ സാർ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഉണ്ണിയുടെ മനസ്സിൽ തോന്നുന്ന പോലും എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് രഞ്ജിനി ഉദ്ദേശിക്കുന്നത്. അതില് സുധാകരൻ ഇപ്പൊ ജോലിയൊന്നുമില്ലല്ലോ. സിമ്പതിക്ക് വേണ്ടി കൊടുത്തില്ല. കൂട്ടുകാരന് വേണ്ടി കൂലിക്ക് നോവലുകളും ഫീച്ചറുകളും എഴുതി കൊടുക്കുന്നു എന്നാക്കിയാലോ? എടാ ഉണ്ണികൃഷ്ണ, നീ എന്നെ ഒറ്റ കൊടുത്തല്ലടാ പരമദുഷ്ട. നീ അപ്പനിട്ട് തന്നെ അച്ചു തരത്തിയോടാ മഹാപാവി. സാറെന്താ ആലോചിക്കുന്നത് സാർ? കറക്റ്റ് രഞ്ജിനി പറഞ്ഞതുപോലെ ഒരു ട്വിസ്റ്റും ആവാം. സജഷൻ കൊള്ളാം, താങ്ക്സ്. ഉണ്ണി, ആദ്യത്തെ 5-6 ദിവസത്തെ മാറ്റേഴ്സിൽ ശർമാജിയുടെ പങ്കിനെ കുറിച്ച് ചെറിയൊരു സൂചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തേതിൽ ശർമാജിയുടെയും മന്ത്രിയുടെയും കോണ്ടാക്ട്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. വിശദ വിവരങ്ങൾ തുടർന്നുള്ള ഇഷ്യൂസിൽ വായിക്കാമെന്നൊരു വാഗ്ദാനവും. ഒരാഴ്ചത്തേക്ക് ഞാനൊന്ന് മാറി നിന്നപ്പോഴേക്കും എല്ലാം തകരാറിലായി അല്ലേ കുര്യച്ച? ഈ ലേഖന പരമ്പര നിർത്തിവെക്കണമെന്ന് എഡിറ്റർ കൈമളോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ MD ഇടപെട്ട കേസായതുകൊണ്ട് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നത് ആ റാവുത്തറും കൂട്ടറും നമുക്കെതിരെ കളിക്കുന്ന കളിയാണോ ഇതെന്നാ. ആരായി രഞ്ജിനി മേനോൻ? ഡോക്ടേഴ്സ് കണ്ണുമാറി ഓപ്പറേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത കുട്ടിയൊന്ന് കൂട്ടിക്കൊണ്ടുവരണം. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ.